ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈക്ക് ആൻഡ് മിഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കൂടെ മിഥുൻ കിട്ടോ. അപ്പം മിഥുൻ്റെ അനിയനാണ്. ഇവൻ്റെ ശരിക്കുള്ള പേര് മുഹമ്മദ് മുവാദ് എന്നാണ്. ഗൈസ്, ഇവൻ കുറേ ആയി പറഞ്ഞ് എന്നെ ഒരു വീഡിയോയിൽ ചേർക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ മുതൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോയിലൊക്കെ അവനെ ചേർക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ മൈക്ക് ആൻഡ് മിഡ് ഉണ്ടാകാനുള്ള കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ മൈക്ക് ആൻഡ് മിഡിൻ്റെ ശരിക്കുള്ള സംഭവം എന്ന് വെച്ചാൽ എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് മിച്ചു എന്ന്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് മൈക്ക് നാക്കിയത്. പിന്നെ ഇവനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് മിഥു. അപ്പോൾ അതും കട്ട് ചെയ്യും മിഡ്. അങ്ങനെയാണ് മൈക്ക് ആൻഡ് മിഡ് എന്നുള്ളൊരു പേരുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നലെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വോളിയം സൗണ്ട് കുറച്ച് കുറവായിരുന്നു ആ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ. അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴയുണ്ട് പുറത്ത്. പിന്നെ അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത്യാവശ്യം ലൗഡായിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ അടുത്തുള്ള വീഡിയോസിൽ ഞാൻ ഇൻഷാല്ല മൈക്കൊക്കെ മേടിച്ചിട്ട് സെറ്റാക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഒരു ബുക്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ബുക്സിൻ്റെ ഏകദേശം ഒരു പ്രൈസൊക്കെ പാടെ ഞാൻ കൂട്ടി നോക്കിയപ്പോൾ ഏകദേശം 20,000 അടുത്ത് ആ ബുക്സിനൊക്കെ പാടെ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ബുക്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ ബുക്സിന് ഏകദേശം 2,000 റുപ്പീസോളം വരുന്നുണ്ട്. ഒരു ബുക്കിനൊക്കെ ഏകദേശം 2,000 ആ റേഞ്ച് വരുന്നുണ്ട് ഒരു ബുക്കിനൊക്കെ. അപ്പോൾ ഗൈസ്, ആ ബുക്ക് എനിക്ക് എന്തിനൊക്കെ യൂസായി, ഞാൻ എന്തിനൊക്കെ ആയിട്ട് വാങ്ങിയത്, എങ്ങനെയൊക്കെയാണ് വാങ്ങിയത് എന്നൊക്കെയുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ പോകാമല്ലോ ഇതോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബുക്കൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ബുക്സും ഞാനിങ്ങനെ എടുത്തെടുത്ത് കാണിച്ചു തരാം. നല്ല ഇപ്പോൾ മൊത്തത്തിൽ ടേബിളായിട്ട് നമ്മൾ ഫ്രണ്ട് ക്യാമറയിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ടേബിളായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഗൈസ്, ബുക്ക് വാങ്ങിയത് എവിടെന്ന് വെച്ചാൽ അടുത്തുള്ളൊരു സ്കൂളിൽ ഒരു പരിപാടി നടന്നിരുന്നു. ഒരു ബുക്കിൻ്റെ എന്തോ എക്സ്പോ അങ്ങനെ എന്തോ നടന്നിരുന്നു. ആ എക്സ്പോൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഒരു ഇമ്പൾസ് എന്ന് പറഞ്ഞൊരു കമ്പനി നമുക്ക് ഈ ബുക്ക് കൊണ്ടുവന്ന് ഇവിടെ സെയിൽ ചെയ്ത് വീട്ടിൽ വന്നിട്ട് തന്നെയായിരുന്നു അവർ തന്നിരുന്നത്. അപ്പോൾ ഫസ്റ്റ് അവർ 2-3 ബുക്സ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് തന്നു. പിന്നെ നമ്മൾ വീട്ടിൽ ഇവർ കൊണ്ടുവന്ന് എടുക്കുന്ന ആ ടൈമിൽ എന്തൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ബുക്സൊക്കെ കിട്ടിയത്. അപ്പോൾ ജസ്റ്റ് അന്ന് ആ പ്രൈസും ഇവരെ ഈ ശരിക്കും ബുക്കിലുള്ള പ്രൈസ് ഭയങ്കര വ്യത്യാസം കിട്ടും. നമുക്ക് അന്ന് തന്നിരുന്ന പ്രൈസ് വളരെ ലോ ബഡ്ജറ്റിലാണ്. ഒരു ലോ ബഡ്ജറ്റിൽ അവർ തന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കി. ഇപ്പോൾ നമുക്ക് കൊറോണയ്ക്ക് ആയിട്ട് വീട്ടിലല്ലേ, അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ഓരോന്നിൻ്റെ റേറ്റ് വെച്ച് കൂട്ടി നോക്കുമ്പോൾ ഏകദേശം 20,000 അടുത്തുണ്ട് മൊത്തം ബുക്സിൻ്റെ ഒക്കെ റേറ്റ്. അപ്പോൾ ഗൈസ്, എന്തായാലും ഒരു ബുക്സിൻ്റെ റേറ്റും നോക്കാം. പിന്നെ അതേപോലെ എന്താണ് ഈ ബുക്കിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നോക്കാം. പിന്നെ ഇതപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങല്ലേ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് നമുക്ക് ഇതാ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ബുക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ടോപ്പ് 10 ഓഫ് എവറിത്തിങ് എന്ന് പറഞ്ഞൊരു ബുക്കാണ് കീറിയിരിക്കുന്നത്. മിഥു കീറിയതാണ്. മിഥുവാണ് ഇതിന് ഫുള്ള് ഉത്തരവാദി. മിഥു കീറിയല്ലത്, ഇത് ഫുള്ള് മിഥുവാണ് കീറിയത്. മിഥുവിൻ്റെ അടുത്തായിരുന്നു ഈ ബുക്ക്. ഇത് സത്യം പറഞ്ഞാൽ ടോപ്പ് 10 ഓഫ് എവറിത്തിങ് 2013 എന്ന് പറഞ്ഞൊരു ബുക്കാണ്. 2013 വേൾഡ് റെക്കോർഡിൻ്റെ ഒരു ബുക്കാണ്. അപ്പോൾ ആ ടൈമിലുള്ളതായതുകൊണ്ട് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. അത് അവിടെയൊക്കെ മിഥു കീറിയാട്ടത് ഒക്കെ മിഥു കീറിയാണ്. അങ്ങനെ മിഥുവിന് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ കളിക്കാട്ട് കൊടുത്തിട്ട് 2013 കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് ആവശ്യമില്ല. ആ ടൈമിലത്തെ ഒരു വേൾഡ് റെക്കോർഡിൻ്റെ കാര്യങ്ങൾ വരുന്നൊരു ബുക്കാണ്. ഇതേപോലെ നമ്പേഴ്സൊക്കെ ഇട്ടിട്ട് ഓരോ കാര്യങ്ങൾ ഓരോന്നിൻ്റെതായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഇപ്പോൾ കൺട്രീസിൻ്റെ ആയാലും അല്ലെങ്കിൽ പെറ്റ്സിൻ്റെ ആയാലും പല പല കാര്യങ്ങൾ ഓരോ ഇപ്പോൾ ലൈഫ് ഡെത്ത് അങ്ങനത്തെ ഒക്കെ ഓരോ കണക്ക് വെച്ചിട്ട് ഉള്ളതൊക്കെ ഉണ്ട് ഇതിൽ. ഇതിൻ്റെ ഇടയിലുള്ള കുറേ പേജ് നമുക്ക് കീറി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. റെക്കോർഡിൻ്റെ 2013 വന്നിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കയ്യിലുള്ള ഒരു ബുക്ക്. അപ്പോൾ അതിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം. സോ ഗൈസ്, അതിൻ്റെ റേറ്റ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് എന്ന് പറഞ്ഞാൽ 1595 ആണ്. ആ 1600 എന്ന് കറക്റ്റ് പറയാം. ആ റേഞ്ചാണ് ഇതിന് വരുന്നത്, ഈ ഒരു ബുക്കിന് വരുന്ന പ്രൈസ്. ഗൈസ്, ഇതൊക്കെയാണ് ഈ ബുക്ക്. അപ്പോൾ നമുക്ക് അടുത്തൊരു ബുക്കിലേക്ക് നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട്. അത് ഇതുമല്ല, ഇങ്ങനെയൊക്കെ നല്ല വെയിറ്റിലാണ്. ഇത് അത്യാവശ്യം വെയിറ്റ് കുറവാണുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ തിക്നെസ് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇത് നല്ല തിക്നെസ് കൂടുതലാണ്, നല്ല വെയിറ്റും ഉണ്ട്. ഗൈസ്, അടുത്ത ബുക്കാണിട്ടത്. ഇത് നോളജ് എൻസൈക്ലോപീഡിയ ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ സയൻസ് പരമായിട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആകും പറഞ്ഞിട്ടാണ് അവരന്ന് തന്നത്. ഞാനിതിൽ അധികം ചില കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ നമുക്ക് വലിയ വലിയ നോട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ തന്നെ പുറത്തുനിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിന് പകരമൊക്കെ ഈ ബുക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്കിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ബുക്കിൽ വരുന്നത് ആസ്ട്രോണമി, അതേപോലെ സ്പേസ് എക്സ്പ്ലോറേഷൻ അങ്ങനത്തെ ഐറ്റംസ് ആണ് ഈ ബുക്കിൽ വരുന്നത്. ബോഡീസിനെ കുറിച്ച് പഠിക്കാനുള്ളത്, ഹ്യൂമൻ്റെ കിഡ്നി, അത് തന്നെ നമ്മളെ സ്റ്റൊമക്ക് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ, ഒരു ബോഡി, ഒരു ഹ്യൂമൻ ബോഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്.
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടങ്ങിയുള്ള ഒരു ബുക്കാണിത്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടോ വെച്ചാൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഡയഗ്രാം വരച്ചിട്ട് അത് ലേബൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നോക്കിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ബുക്കിൽ വരുന്നത്. അപ്പോൾ ഈ ബുക്കിൻ്റെ പ്രൈസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഈ ബുക്കിൻ്റെ പ്രൈസ് വരുന്നത് 2199 ആട്ടോ, 2299 രൂപയാണ് ഈ ഒരു ബുക്കിന് വരുന്ന പ്രൈസ്. ഈ ഒരു ബുക്ക് അന്ന് എനിക്ക് ഓഫറിലൊക്കെ കിട്ടിയ കാരണം ഇതിൻ്റെ കൂടെ കോംബോ ഒക്കെ ആയിട്ടാട്ടോ ഉണ്ടായിരുന്നത്. 3-4 ബുക്കൊക്കെ ഒരുമിച്ചാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഇതിന് വരുന്നൊരു റേറ്റ് ഇതാണ് 2199. അപ്പോൾ ഇതിലുള്ളത് ഫുൾ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബുക്കിലുള്ളതും. പിന്നെ ഇതാണ് ഈ ബുക്കിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ലാസ്റ്റിന് കൂട്ടുമ്പോൾ എടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ബുക്ക് നോക്കാം. ബുക്ക് അത്യാവശ്യം കട്ടിങ് അങ്ങനെയുള്ള ബുക്ക് തന്നെ, അതേപോലെ തന്നെ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും ഇതിനേക്കാളും വെയിറ്റ് കൂടി ബുക്കാട്ടത്. പിന്നെന്താ പറയാനുള്ള വെച്ചാൽ ഇതും നല്ല നശിപ്പിച്ചു തോന്നുന്നത്. ഇവിടെ സ്റ്റിക്കറൊക്കെ വിട്ടിട്ടുണ്ട്, ഇതിങ്ങനെ പോരുന്നുണ്ട്, നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഇളകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കേടുവച്ചൊരു ബുക്കാണ്. അപ്പോൾ എന്തായാലും ഈ ബുക്ക് ആൻസർ ബുക്ക് എന്ന് പറഞ്ഞിട്ട് വരുന്നൊരു സംഭവമാണ്. ഈ ആൻസർ ബുക്ക് ഇവർ പറഞ്ഞത് നമ്മളിപ്പോൾ നേരത്തെ നോക്കിയില്ലേ, ഏജ് എൻസൈക്ലോപീഡിയ, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണ് ഈ ബുക്കിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതിലിപ്പോൾ മൊത്തത്തിലൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ ചെറിയ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ആൻസേഴ്സ് ആണ് ഈ ബുക്കിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇതിൽ ജിയോഗ്രാഫി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് വരുന്നത്. വേൾഡ് മാപ്പ്, അതേപോലെ തന്നെ വോൾക്കാനോസ്, ഇതിൻ്റെ ഒക്കെ ഓരോ സംഭവം, ഓസോൺ ലെയർ, അതേപോലെ തന്നെ നാച്ചുറൽ ഹിസ്റ്ററി, ബേർഡ്സിൻ്റെ ഒക്കെ ഹിസ്റ്ററി, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് ഈ ബുക്കിൽ വരുന്നത്. ലാംഗ്വേജസ്, സിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സയൻറ്റിഫിക് പരമായിട്ട് അങ്ങനത്തെ സെയിം സയൻസിൻ്റെ ഒക്കെ ലെവലിലുള്ള ബുക്ക് തന്നെയാണ് ഇതിലൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഈ ബുക്കിൻ്റെ പ്രൈസ് ഒന്ന് നോക്കി നോക്കാം പറ്റുന്നുണ്ടാവും. ഇതിൽ ഇവിടെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഡോളർ പ്രൈസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അടി കൊടുക്കുന്നുണ്ട് INR എന്നിട്ട് നമ്മളെ ഇന്ത്യൻ പ്രൈസ്. അപ്പോൾ ഇതിന് വരുന്നത് 2495 ആണ് ഈ ബുക്കിന് വരുന്ന പ്രൈസ്. ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബുക്കിൽ വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇനി നമുക്ക് അടുത്ത ബുക്ക് നോക്കാം. ഈ ബുക്കിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടൊരു ബുക്കാണ് കേട്ടോ ബ്രിട്ടാനിക്ക പറഞ്ഞ ഈ ബുക്ക്. ഇത് സംഭവം ഞാൻ ഇതിൻ്റെ അടുത്ത് ഇത് കുറേ മുമ്പുണ്ട്. ഈ 2013 ഈ ബുക്ക് വാങ്ങുന്ന ആ ടൈമിൽ അതിൻ്റെ കൂടെ കിട്ടിയ കോമ്പോയിൽ ഉണ്ടായിരുന്ന ബുക്കാണ്. എനിക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുള്ളത്. ഈ 2013 ആ ടൈമിൽ എനിക്ക് ഈ ബുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഓരോ ആവശ്യമുള്ളത് മാർക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലെറ്റർ വെച്ചിട്ട് ഒരാളെ അല്ലെങ്കിൽ ഒരു സംഭവം സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ജസ്റ്റ് ഓരോ ലെറ്റർ വെച്ച് നോക്കിയാണ്. ഇപ്പോൾ സപ്പോസ് നമ്മൾ APJ അബ്ദുൽ കലാം എന്നുള്ളൊരു പേര് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊത്തം ഹിസ്റ്ററിയും കാര്യങ്ങളും ഡീറ്റെയിൽസും മൊത്തം ഇതിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ പോലെ തന്നെ ഇതിലുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എഴുതാനാണെങ്കിൽ ഇത് നോക്കി എഴുതിയാൽ മതി. അതേപോലെ തന്നെ ഓരോരുത്തരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ വേൾഡ് വാർ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. ഞാൻ അങ്ങനത്തെ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നീൽ ആംസ്ട്രോങ്ങിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇത് ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നത് ഏകദേശം 5th ആ ടൈമിലായിട്ട് ഞാനത് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ എടുത്തതാണിത്. നീൽ ആംസ്ട്രോങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു പ്രൊഫൈൽ അങ്ങനെ എന്തോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്. അതുപോലെ തന്നെ ചാർൾസ് ബാബേജിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളും അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നെൽസൺ മണ്ടേല, അതേപോലെ ഓരോരുത്തരതും ഓരോ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതാ ഫുള്ള് ഇദ്ദേഹത്തിനെ കുറിച്ച് മൊത്തത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമുക്ക് ആവശ്യമായിട്ട് എന്തൊക്കെ ഉണ്ട് അവരതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ബുക്സിൻ്റെ ഈ ഒരു കളക്ഷനിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടൊരു ബുക്കാണ് ബ്രിട്ടാനിക്ക പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുമായിരിക്കും. കാരണം നമ്മൾ ഓരോരുത്തരെ കുറിച്ച് സെർച്ച് ചെയ്ത് ഇപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കുന്ന പോലെ തന്നെ ഇങ്ങനൊരു ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് എല്ലാവരെ കുറിച്ചും ആവശ്യത്തിനനുസരിച്ച് പിന്നെ നോക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഉപകാരപ്പെട്ടൊരു ബുക്കാണിത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2295 റുപ്പീസാണ്. 2295 രൂപയാണ് ഈ ബുക്കിന് വരുന്ന പ്രൈസ്. അപ്പോൾ ഞാൻ പിന്നെ എടുത്തു പറയുകയാണ്, ഈ ഒരു കളക്ഷൻ ഓഫ് ബുക്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടൊരു ബുക്കാണിത്. അപ്പോൾ എന്തായാലും ഈ ബുക്ക് കൊണ്ടിരിക്കട്ടെ. ഇനി നമുക്ക് എന്തായാലും അടുത്ത ബുക്ക് നോക്കാം. ഇത് 1001 ഐഡിയാസ് എന്നിട്ടുള്ള ബുക്കാണിത്. ഇത് സംഭവം ഇതിൽ ഫുള്ള് ഓരോ ഐഡിയാസ് എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ ഇതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ ബ്രിട്ടാനിയ നോക്കുമ്പോൾ ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഭവം നടന്നതിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ ഇതിൽ ഓരോ ലൈക്ക് ഓരോ നടന്നുകൊണ്ടിരിക്കുന്നതും പിന്നെ അതേപോലെ തന്നെ ഓരോ സ്ഥലത്തിനെ കുറിച്ച്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പം പ്രസൻ്റായി നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ബീച്ച് അല്ലെങ്കിൽ അവിടെ ടൂറിസ്റ്റ് പ്ലേസുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ഓരോ ഹിസ്റ്റോറിക്കലായിട്ട് ഓരോ നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്.
ആസ്ട്രോളജി അങ്ങനത്തെ ഒക്കെ ഒരു സംഭവങ്ങൾ നടന്നിട്ടുള്ള ഓരോ സംഭവങ്ങളും കാര്യങ്ങളും നടന്നു പഠിച്ചിട്ടുണ്ടാവും. ഓരോ കേവ്സിൻ്റെ ഉള്ളിലൊക്കെ ഓരോ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലത്തെ ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഒക്കെ ഓരോ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതേപോലെ തന്നെ ഓരോ മ്യൂസിക്, പോപ്പ് മ്യൂസിക് അങ്ങനത്തെ ഐറ്റംസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കാർഡ്സ് നമുക്ക് അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ സാധനങ്ങളെ കുറിച്ചും ഒക്കെ ഇതിൽ കറക്റ്റായി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കിന് വരുന്ന പ്രൈസ് നമുക്ക് നോക്കാം. ഈ ഒരു ബുക്കിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 2295 റുപ്പീസാണ്. അപ്പോൾ എന്തായാലും ഈ ബുക്ക് കൂടി ഇരിക്കട്ടെ, നമുക്ക് അടുത്ത ബുക്ക് നോക്കാം. അതിന് മുമ്പ് കുറച്ച് ബുക്ക് എന്നേറ്റിനെക്കാട്ടി വെയിറ്റ് ഉണ്ടെന്ന് അവൻ പറഞ്ഞു. പക്ഷേ ഇത് തീരെ വെയിറ്റ് ഇല്ലാതെ തോന്നുന്നത്. അപ്പോൾ ഇത് മറ്റൊന്നല്ല, എല്ലാവർക്കും അറിയാം, ഡിക്ഷണറി, ഓക്സ്ഫോർഡിൻ്റെ ഡിക്ഷണറിയാണ്. അപ്പോൾ ഒരു ഫുൾ ലെങ്ത് ഡിക്ഷണറി ആട്ടത് വന്നിട്ടുള്ളത്. ഇതിന് മൊത്തം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിപ്പോൾ ഡിക്ഷണറി ഇപ്പോൾ എല്ലാവരും കാണിച്ചു തരണമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ എല്ലാവരും അടുത്തും എനിക്ക് തോന്നുന്നു മിനി ആയിട്ട് ഡിക്ഷണറീസാണ് എല്ലാവരും യൂസ് ചെയ്യുക. ഇതൊരു വലിയ ഡിക്ഷണറിയാണ്. ഇത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിത് പണ്ട് സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഡിക്ഷണറിൻ്റെ പ്രൈസ് വരുന്നത് എന്താ വെച്ചാൽ 2295 റുപ്പീസ്, 2295 രൂപയാണ് ഈ ഡിക്ഷണറിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഡിക്ഷണറി ഇവിടെ ഇരിക്കട്ടെങ്കിൽ അടുത്ത ബുക്ക് ഉണ്ട്, അത് നോക്കാം. ഇതും മിഥുവിൻ്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ബുക്കാണ്. അവിടുത്തെ ബുക്കൊക്കെ പോയിക്കണ്, ഇതൊക്കെ കളഞ്ഞിക്കണ്. ഇതിൽ പേജ് കുറേ മിസ്സിങ് ഉണ്ട്. ഒക്കെ മിഥുവാണ് ആള്. അപ്പോൾ എന്തായാലും ഈ ഒരു ബുക്ക് നമുക്ക് നോക്കാം. അതിൻ്റെ പേര് ഇതാ വിഷ്വൽസ് ഡിക്ഷണറി നടത്തുന്നത്. ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഓരോ സാധനം, ഇപ്പോൾ ഒരു വണ്ടി ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ്ങിൻ്റെ അതിൻ്റെ എന്തൊക്കെ വേണം, എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്തൊക്കെ അതിലുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൊരു ബുക്കാണ്. ഇതേപോലെ സൈക്കിൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തൊക്കെ വേണം, അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഹ്യൂമൻ ബോഡീസിൻ്റെ ഓർഗൻസിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു ബുക്ക് നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇതിലും പറയുന്നുണ്ട്. പക്ഷേ അതിലാണ് ഡീറ്റെയിൽ ആയിട്ടുള്ളത്. ഇതിൽ അത്ര ഡീറ്റെയിൽഡ് അല്ല. ഓരോ ഓർഗൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് എങ്ങനെയാണ് എവിടെയൊക്കെ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ. പോലെ ഈ സൈക്കിളിൻ്റെ ഇതൊക്കെ വരുന്നത് അതേപോലെയൊക്കെയാണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കാണിച്ചു തരാം. ഇത് കാറിൻ്റെ കാർ ട്രിം നടത്തുള്ള ഒരു സംഭവമാണ്. കാറിൻ്റെ ഓരോ സീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോന്ന് കാറിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൈക്കിൾ അപ്പോൾ നമ്മൾ ബാക്കിൽ കണ്ടതാണ്. സൈക്കിളിൽ എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്, അങ്ങനത്തെ സംഭവങ്ങളാണ് ഇതിലുള്ളത്. ഷിപ്പിലൊക്കെ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. എയറോപ്ലെയിൻ്റെ ഇതൊക്കെ അതിലുണ്ട്. സോ ഗൈസ്, അതൊക്കെയാണ് ഈ ബുക്കിലുള്ളത്, ഓരോ മേക്കിങ്ങിനായിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്കിൻ്റെ പേര് വിഷ്വൽസ് ഡിക്ഷണറിയാണ്. അതേപോലെ ഓരോന്നും ഉണ്ടാക്കുന്നതും അതേപോലെ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ഓരോ വലിയ വലിയ പെയിൻറ്റിങ്സിന് ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതിന് യൂസ് ചെയ്തതിലൊക്കെ ബ്രഷ് കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഔട്ട്ലെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ബുക്കിലുള്ളത്. അതേപോലെ ആർക്കിടെക്ചറിൻ്റെ ഒക്കെ ഓരോ സംഭവങ്ങൾ വരുന്നുണ്ട്. ഫുൾ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടും അങ്ങനത്തെ ഒക്കെ ഉള്ളതാണ്. പിന്നെ ഫുൾ സംഭവങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജേഴ്സീൻ്റെ ബോള്, പിന്നെ അതേപോലെ തന്നെ ഒരു ഗ്രൗണ്ടിൽ എങ്ങനെയൊക്കെയാണ് ഇത് വരിക എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും സോക്കറിന് എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിലുള്ളത്. അതേപോലെ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ബുക്കാണിത്, വിഷ്വൽസ് ഡിക്ഷണറി നടത്തുള്ള. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം. ഇതിന് വരുന്നത് 1999 ആണ്. അയക്കാൻ പോകുന്നത് ഒരു CD-ൻ്റെ അതാണ് കേട്ടോ. ഇത് ഗിഫ്റ്റായി കിട്ടിയാണ് സംഭവം. നോളജ് പീഡിയ നട്ടത് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് നോക്കിയാൽ ഇത് അതേപോലെ ഏകദേശം 8 CDs അടങ്ങുന്നൊരു CD-ൻ്റെ ഇതാണ് ഇത്. ഇത് ഫുൾ ഒരു ഏകദേശം 8 CD അടങ്ങുന്ന ഒരു കിറ്റാണ്. ഇത് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയാന്ന് വരെ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതിൽ ഓരോ CD-യിലും ഓരോ സംഭവങ്ങളാണ്. ഞാൻ ഇഷ്ടമാണെങ്കിൽ എടുത്ത് കാണിച്ചത് പൊട്ടിച്ച് കിട്ടും. ഇത് ഇവിടെ ഫുള്ള് സ്റ്റിക്കായി വന്നിരുന്നു. ഇതൊക്കെ ഇത് പൊട്ടിച്ചാണ്. ഇതൊക്കെ പോലെ ഓരോ CD-യിലും ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഇന്ത്യ നേതിയുള്ള CD-യിൽ മൊത്തം ഇന്ത്യൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തുള്ള ഹ്യൂമൻ ബോഡീസിൻ്റെ ഓരോ കാര്യങ്ങളും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടുക്കണോ വെച്ചാൽ ഇതൊക്കെ ഞാൻ പണ്ടിപ്പോൾ എനിക്ക് ഇത് മറ്റേ പെൻ ഡ്രൈവിലാക്കിയിട്ട് കൊണ്ടുവന്നത്. ഇത് സിക്സാണ് കാണാൻ. നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസ്സും ആയിരുന്നു പണ്ട് ഞാൻ അത് കണ്ടിരുന്നത്. അപ്പോൾ ഗൈസ്, അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു. അപ്പോൾ അതിന് പോയി വന്നതാണ്. അപ്പോൾ നമ്മളെ ഈ CD-യിലാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ CD ഒരു ഇതിൽ വരുന്നത്. CD-ൻ്റെ പ്രൈസ് ഒന്ന് നോക്കി നോക്കാം. CD-ക്കാണ് ഏറ്റവും കൂടുതൽ ഈ ബുക്സിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രൈസ് വരുന്നത്. ടോപ്പിക്ക് വരുന്നതിൻ്റെ പ്രൈസ് നോക്കിക്കോളൂ. 4084 ആണ് വരുന്നത്. 4084 അങ്ങനെ ആ ഒരു റേഞ്ചാണ് വരുന്നത്. 4084 രൂപ. അതാണ് ഈ ഒരു CD-ൻ്റെ ഇതിന് വരുന്നൊരു പ്രൈസ്. ഓക്സ്ഫോർഡിൻ്റെ ഡിക്ഷണറിയും അതേപോലെ തന്നെ തെസോറസും പാടെ വരുന്നതാണ്. ഒരു രണ്ടും പാടെ വരുന്ന ഒരു കോംബോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ തെസോറസ് എനിക്ക് തോന്നുന്നു എൻ്റെ 10ാം ക്ലാസ് ടീച്ചറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തെസോറസിൽ എന്താ വരുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മൾ നോക്കുമ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളെ ഡിക്ഷണറിൻ്റെ ആ ലെവലിലേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ എന്തൊക്കെയാണ് ഉണ്ട് തോന്നുന്നു. എക്സ്ട്രാ എനിക്ക് തോന്നുന്നു അതിന് മൊത്തത്തിലൊരു ഡെഫിനേഷനായിട്ട് മൊത്തം വരുന്നുള്ളതാണ് തോന്നുന്നു. അപ്പോൾ തെസോറസും അതേപോലെ തന്നെ ഡിക്ഷണറി അടങ്ങുന്ന ഒരു കോംബോ വരുന്നത് എന്താ വെച്ചാൽ 1995 റുപ്പീസ് ആയിട്ട്. ഇത് രണ്ടും പാടെ വരുന്ന ഈ കോംബോ വരുന്ന പ്രൈസ്. ഡിക്ഷണറി
തെസോറസ്, ഇത് രണ്ടും പാടെ വരുന്നത്. ഇത് നമുക്ക് വരുന്നത് ഒരു ഡിക്ഷണറീൻ്റെ ഒരു കോംബോ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മേലുള്ള ആ കേസ് അത് പൊട്ടി പോയിട്ടോ, അങ്ങനത്തെ ആ കവർ ഉണ്ടായിരുന്നു, അത് കേട് വന്നു പോയി. അത് എന്തോ അതിൻ്റെ ബാക്ക് എന്തോ പൊട്ടിയിട്ട് അങ്ങനെ പോയതാണ്. അതിൽ ഇംഗ്ലീഷിൻ്റെ ഓരോ സംഭവങ്ങളാണ്, ഇംഗ്ലീഷിൻ്റെ ഓരോ ഗൈഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഫസ്റ്റ് ഓക്സ്ഫോർഡ് ഗൈഡ് പ്ലെയിൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1001 വേർഡ്സ് ടു നോ ആൻഡ് യൂസ്, അത് ഇംഗ്ലീഷിൻ്റെ A to Z വരെയുള്ള ഓരോ വൊക്കാബുലറിയും സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. ഗ്രാമർ ആൻഡ് പങ്ക്ച്വൽ, ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവും ഗ്രാമറും പങ്ക്ച്വൽസും. പിന്നെ ബെറ്റർ സ്പെല്ലിങ്, ഓരോ A to Z നോക്കണം കേട്ടോ. ഞാൻ നോക്കിയിട്ടുണ്ട്, ജസ്റ്റ് ഫസ്റ്റ് ആ കൊണ്ടുവന്ന ടൈമിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ അധികം നോക്കിയിട്ടൊന്നുമില്ല. കുറിച്ചിട്ട് ഒരു ലെറ്റർ വെച്ചിട്ട് ഇത്ര വേർഡ്സിൻ്റെ ഓരോ സംഭവങ്ങളാണ് ഇതിൽ വരുന്നത്. ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ഓരോ A to Z വരെ യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ വരുന്ന ആ ഒരു ബോക്സിന് പ്രൈസ് എനിക്ക് ഞാൻ ഇപ്പോൾ നോക്കി ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ വരുന്ന ഏകദേശം 1000. നമ്മൾ നേരത്തെ ബുക്കിന് നോക്കിയില്ല, ആ ഒരു റേഞ്ച് തന്നെ വരുന്നത്. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഈ എടുത്ത ബുക്കൊക്കെ പാടെ അതിൻ്റെ പ്രൈസ് ഒക്കെ പാടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ കാൽക്കുലേറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓരോന്നും നമുക്ക് ഇങ്ങനെ കണക്ക് കൂട്ടാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ളതിൽ ഫസ്റ്റ് ഉള്ള 1001 ഐഡിയാസിൻ്റെ ബുക്കാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞത് 2295 ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അടിച്ച് നോക്കാം. ബ്രിട്ടാനിക്കൻ്റെ ഈ ഒരു ബുക്ക് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയ ബുക്ക്. ഇതും വരുന്ന സെയിം പ്രൈസാണ് 2290. ഇതടുത്ത് നമ്മളെ ആൻസർ ബുക്ക് നമ്മൾ നേരത്തെ എടുത്തത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 2495. വീഡിയോ പറഞ്ഞ ബുക്കാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്ക് അത്ര എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ ബുക്കിന് വരുന്ന പ്രൈസ് 2199. പിന്നെ നമ്മളെ ടോപ്പ് 10 ഓഫ് എവരിത്തിങ് നമ്മളെ 2003 റെക്കോർഡിൻ്റെ ബുക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 1595. ഇത് നമ്മൾ അടുത്തടുത്ത് നമ്മൾ ഓക്സ്ഫോർഡിൻ്റെ ഡിക്ഷണറിയും തെസോറസും പാടെ വരുന്ന ഈ ഒരു കോംബോ ആണ്. ഇതിന് വരുന്നത് 1995 ആണ്. അടുത്ത് നമ്മളെ സീഡിൻ്റെ ആ കോംബോ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന ഏകദേശം 4000. ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ഞാൻ പറഞ്ഞിരുന്നു 4084. അപ്പോൾ ഗൈസ്, അടുത്ത ബുക്ക് നമ്മളെ വിഷ്വൽസ് ഡിക്ഷണറിയാണ്. വിഷ്വൽസ് ഡിക്ഷണറി നടത്തിയത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1999 ആണ്. അടുത്ത നമ്മളെ ഏറ്റവും വലിയ ഡിക്ഷണറി. അപ്പോൾ ഡിക്ഷണറിക്ക് വരുന്നത് 2295 റുപ്പീസാണ്. ഇയാളുടെ ഇതാണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു 1995 ആണ് ഇതിന് വരുന്ന പ്രൈസ്. ഈ ഒരു ഇത് മൊത്തം കോമ്പോ 5 ബുക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതുമ്പാട് നമുക്ക് ആഡ് ചെയ്ത് മൊത്തം പ്രൈസ് നോക്കാം. മൊത്തം വരുന്നത് ഇതാ 23,000 ആയിട്ട് വരുന്നത്. 23,000 ആണ് മൊത്തം വരുന്ന പ്രൈസ്. 23,247 റുപ്പീസാണ് വരുന്നത് മൊത്തം നമ്മൾ ആഡ് ചെയ്തത്. 7 ബുക്സാണ് നമ്മളെ കയ്യിൽ ബുക്സ് ആയിട്ടുള്ളത്. ബാക്കി ഒന്ന് സീഡിൻ്റെതും പിന്നെ ഒന്ന് ഡിക്ഷണറിൻ്റെ കോമ്പോസാണ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മളെ ഇത് 1K അടിക്കണം എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എന്തായാലും അത്യാവശ്യമാണ്. ഈ സെപ്റ്റംബർ ആകുമ്പോൾ നമുക്ക് 1K അടിക്കണം. അപ്പോൾ ഇൻഷാല്ല ഇനി ഡെയിലി വീഡിയോസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി മിതു നാളെ ഉണ്ടാവില്ല ജി, ഇന്ന് മുതൽ ഫുൾ ഇനി വീഡിയോ ഒക്കെ നമ്മൾ മിതു ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ദിസ് ഈസ് മീ മിച്ചു സൈനിങ് ഓഫ്.